ഡേയ് ഓ നീ സംഭവം അറിഞ്ഞായിരുന്നോ? ഒരു 16 വയസ്സുള്ള പയ്യനെ കുറച്ച് പയ്യന്മാരെ ചേർന്ന് അടിച്ച് ശരിയായി കളഞ്ഞു. ഓ അടിച്ച പയ്യനെ പോലീസ് റിമാൻഡ് ചെയ്തു. വേണം ഡ്രൈവർമാർക്ക് ഒരു ചിന്തയുണ്ട്, എന്തായാലും പോലീസ് പിടിക്കിട്ടാണ് അകത്ത് കിടക്കട്ട്. ഡ്രൈവർമാർക്ക് മറ്റേ ഐറ്റം വലിച്ചോണ്ട് ഷോ കാണിക്കണേ. എന്താ കഞ്ചാവ്? പിന്നല്ല കഞ്ചാവ് സ്റ്റാമ്പ് വലിച്ചോണ്ട് ഷോ കാണിക്കണല്ലേ. അളിയ എവിടെന്നെങ്കിലും ഒപ്പിരളിയാ? ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനടാ? എടാ മിലിറ്ററി പ്രസാദിന്റെ സാധനം ഉണ്ടെന്ന്. പ്രസാദിന്റെ അടുത്ത് ചിരിച്ചു കാണിച്ചാൽ സാധനം തരുത്. നീ ഇറക്കാൻ ഞാൻ ഇവിടെ അടിച്ചു വെച്ചേക്കില്ലേ? എന്തെങ്കിലും ഒപ്പിക്കണ സാധനം. സാധനം ഒപ്പിക്കണ ഇരിക്കട്ട് ഓർമ്മണ്ട പോകാൻ നടന്ന് ഓർമ്മണ്ട. എടാ ഇങ്ങനെ ഭയങ്കര ഉപദേശം വേണ്ടാ. വയസ്സായ ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ തന്നെ. പൊന്നളിയാ ഇങ്ങനെ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ സത്യം പറയാ തലയ്ക്ക് പട്ടി പിടിക്കും കേട്ട്. നിന്റെ വീടിന്റെ തൊട്ടടുത്തല്ലേ അയാൾ താമസിക്കുന്നത്. മനുഷ്യനെ വഴിയടക്കാനും സമ്മതിക്കില്ല. അവിടെ നരി ഇറക്കണുണ്ട്. എനിക്ക് ഇങ്ങനെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോണു. നീ എന്തെങ്കിലും ചെയ്തോ. ഞാൻ പോണേ. വിളിക്കാമേ. ഓക്കെ. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കണത്? നീ ഇല്ല മനോഹരന്റെ മോനല്ലേ? യാത് മനോഹരന്റെ? പാറക്കാട്ടിലെ സുഖുന്റെ മോന്റെ അനിയത്തിയിലെ ഭർത്താവ്. ഞാൻ പാറക്കാട്ടിലും കൂറക്കാട്ടിലും ഒന്നുമില്ല, ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. പിന്നെ നീ ആര്? ഓ ഇപ്പഴല്ലേ പിടി കിട്ടിയ? നീ മറ്റേ രഘുന്റെ മോനല്ലേ? ഏത് കുക്കു? പ്ലാങ്കവളയില് രമണിയെ പറ്റിയില്ല. നിങ്ങക്ക് എന്ത് മാമാ? പിന്നെ നീ ആരാ മോയ്? ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മേരെ മോയ്. പിന്നല്ലോ അതല്ലേ ചോദിച്ചത്, നിന്റെ അച്ഛൻ ആരത്? ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഇത്. എന്റെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ, അമ്മയുടെ പേര് ലക്ഷ്മി. ഓ ഓ ഓ അതാര്? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ ദൈവമേ. എന്ത് കഷ്ടം? നിങ്ങൾ എവിടെ പോയി ഇറങ്ങിയത്? ഒന്നും പറയണ്ട മക്കളെ. എന്റെ മൂത്ത മോണ്ടല്ലേ വിജയൻ, അവൻ ഗൾഫിൽ നിന്ന് ഒരു ഫോൺ കൊടുത്തു. എനിക്കാണെങ്കിൽ ഈ കുന്ത്രാട്ടത്തിന്റെ ഒന്നും അറിഞ്ഞു. നമുക്ക് ആകെ അറിയാന്നുള്ള കട്ടാച്ചെള്ള ഫോൺ ഉണ്ടല്ലേ, പുത്തല സാധനം, അതേ അറിയാം. മോൻ കിടന്ന് വിളി 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 എവിടെ കിട്ടായി. അങ്ങനെ ഇതും കൊണ്ട് ഈ ശരിയാക്കണ സ്ഥലം ഉണ്ടല്ലോ മക്കളെ, എന്റെ പേരെന്തിന് മൊബൈൽ കട, അവിടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഫോൺ എന്തിനു കുഴപ്പമെന്ന് പറഞ്ഞ? ഇത് അവൻ വിളിച്ചിട്ട് കേൾക്കണില്ല. ഫോൺ ഞാൻ നോക്കട്ടെ. മക്കൾക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയാമോ? അമ്മ കൊച്ചാക്കല്ലമ്മ നോക്കട്ടെ. ഫോണ് മ്യൂട്ട്. തന്നാക്കള് വീട്ടിൽ ഭയങ്കര മൂട്ടച്ചല്ലോ, കിടക്കാൻ വയ്യ. ഫോണ് സൈലന്റ് മോഡിൽ കിടക്കുകയാണ്. ഈ കിളവനാണെങ്കിൽ അറിഞ്ഞൂടാ. ഈ കിളവനൊന്ന് പറ്റിച്ചാലാ 10 പൈസ ഉണ്ടാക്കാം. മാമ ഈ ഫോണിന്റെ സ്പീക്കർ പോയതാണ്. നിങ്ങൾ ഇവിടുന്ന് ബസ് കയറി മൊബൈൽ കടയിൽ കൊണ്ടുവന്ന് നന്നാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എങ്ങനെ നോക്കിയാലും നിങ്ങൾ 10,000-6,000 രൂപ വരെ വാങ്ങിക്കും. എന്റെ കൂട്ടുകാരൻ കൊണ്ട് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അവന്റെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3,000 രൂപ നന്നാക്കി തരും. 10-15 മിനിറ്റ് സമയം എടുക്കും. ഒരു കാര്യം ചെയ്യും, പൈസ വീട്ടിലിരിപ്പുണ്ട്, മാമ പോയി പൈസ എടുത്തോണ്ട് വരണ താമസം. പോയിട്ട് പെട്ടെന്ന് വരൂ. വീടടുത്തല്ലേ? ഇവിടെ അടുത്ത് തന്നെ വരണ്ട്. പിന്നെ പെട്ടെന്ന് പോയി എടുത്തോണ്ട്. A few moments later. പോയിട്ട് കുറെ നേരമായില്ലേ? ഇനി വരുമെന്തോ. ഹലോ പലേ സുഖം തല്ലേടാ? ഒന്നും പറയണ്ട, ഇവിടെ ഭയങ്കര ചൂട് മക്കളെ. എന്തോന്ന് പറയാ? ഓ ഇവിടെ നില്ല് പോലെ ഇപ്പൊ വിളിക്കാം. ഫോൺ ശരിയാക്കണ്ടേ? എന്തല്ലേ ഫോൺ ശരിയാക്കണ്ടേ? ആരാ? മാമന്റെ ഫോണ്. എന്റെ ഫോൺ ശരിയാക്കി. ആര് ശരിയാക്കി? ഞാൻ അവിടുന്ന് വന്നപ്പോ നിന്റെ അടുത്ത് എത്താൻ ഇറങ്ങി വാടിയില്ലേ മനു, അവ ശരിയാക്കി തന്നു. നീ എത്ര രൂപ പറഞ്ഞു? 3,000 രൂപ. 2,000 രൂപയ്ക്ക് അവ ശരിയാക്കി തന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നല്ല പയ്യനാണ്. ഒരു കോള് പറഞ്ഞു. ഹലോ, പറവല്ലേ? വിളിച്ചു നോക്കട്ടെ. എനിക്കിട്ട് പണിയും തന്നിട്ട് സ്വിച്ച് ഓഫാ. കള്ള പന്നി എന്നെ തേച്ചവൻ.